ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ സാംസ്കാരികവും മതപരവും പിന്നെ ഔഷധ ഉപയോഗങ്ങൾക്കും വളരെ പ്രാധാന്യമുള്ള ഒരു ചെടിയെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ ഇത്രയും സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ചെടി ഞങ്ങൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു. സാധാരണ ഇത് കണ്ടുവരുന്നത് വനങ്ങളിലാണ്, ഇലപൊഴിയുന്ന വരണ്ട വനങ്ങളിലും തുറന്ന പ്രദേശത്തും പാതയോരത്തും ഒക്കെ ഇത് കാണുന്നത്. അപ്പോൾ നമ്മളിത് പോകുന്ന പോക്കിൽ വനപ്രദേശത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ പൂക്കൾ കാണാറുണ്ട്, പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. കാടിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലണമല്ലോ. ഇത് അവസാനം നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി ഷൂട്ട് ചെയ്യാൻ പറ്റിയത് നമ്മുടെ വയനാട്ടിലെ വനപ്രദേശ ആ മേഖലയിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ വീടുകളിൽ സാധാരണ വളർത്തുക എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ബ്രാഹ്മണ കുടുംബങ്ങൾ വളർത്തിയിരുന്നു. കാരണം അവരുടെ പൂജയുടെ ആവശ്യത്തിന് അവർക്ക് ഈ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുന്ന ആ ഒരു സമയത്ത്, അതിൻ്റെ സ്റ്റാർട്ടിങ് സമയത്തെ പൂജയ്ക്ക് ഈ ഒരു പ്ലാന്റാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പഴയ കാല ബ്രാഹ്മണ കുടുംബങ്ങൾ ഇത് വളർത്തി കണ്ടുവരുന്നതായിട്ട് പറയപ്പെടുന്നു. ഈ സസ്യത്തിൻ്റെ പദാർത്ഥങ്ങളെ വർഗീകരണപരമായി തിരിച്ചറിയുകയും കൂടുതൽ ആധികാരികമായി പഠനത്തിന് വിധേയമാക്കിയതും അതൊക്കെ ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. അപ്പം ഇത് 2 എപ്പിസോഡായിട്ടാണ് ചെയ്യാൻ പറ്റുന്ന, അത്രമാത്രം സവിശേഷതകളുണ്ട് പറയാൻ. അപ്പോൾ ഞങ്ങൾ ഓരോ വീഡിയോയിലെ വിശദമായ കണ്ടന്റും അടുത്ത തലമുറകൾ കൂടി അവരുടെ പഠനത്തിനും കൂടി മുതൽക്കൂട്ടാവട്ടെ എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പഠിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. ദക്ഷിണ ഏഷ്യയിലെയും തെക്കുകിഴക്കൻ ഏഷ്യയിലെയും ഉഷ്ണമേഖല ഉപോഷ്ണമേഖലാ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ബ്യൂട്ടിയയുടെ ഒരു ഇനമാണ് ബ്യൂട്ടിയ മോണോസ്പെർമ. കാടിൻ്റെ ജ്വാല, ബംഗാൾ കിനോ, ദഖ്, പലാഷ്, ബാസ്റ്റേഡ് തേക്ക്, വനന്താര, ചിത്രകൂട്, മൊടുകപ്പൂവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും വളരെ സവിശേഷപ്പെട്ട ചെടിയാണിത്. അത് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ പറയുന്നതാണ്. ഈ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും അലങ്കാര വൃക്ഷമായി വളർത്തി കണ്ടുവരുന്നു. ചരിത്രപരമായി ഇത് ഉത്ഭവിച്ചത് ബീഹാറിലും ഝാർഖണ്ഡിലുമാണ്. ഗംഗയ്ക്കും യമുനയ്ക്കും ഇടയിലുള്ള ദോഖ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും വരുന്ന തെക്ക് വനങ്ങളിൽ ഇതൊരു സമയത്ത് വ്യാപകമായി വളർന്നു വന്നിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കർഷകരിൽ നിന്നുള്ള നികുതി ആവശ്യങ്ങൾക്ക് കൃഷിക്കായി ഈ പ്രദേശത്തെ ഈ വൃക്ഷങ്ങൾ വെട്ടി വൃത്തിയാക്കി കർഷകർക്ക് നൽകി. ഇന്ന് ഈ ചെടി ബംഗ്ലാദേശ്, ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, മ്യാൻമർ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, പടിഞ്ഞാറൻ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലൊക്കെ വ്യാപകമായി കണ്ടുവരുന്നു. 12 മുതൽ 15 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറിയ വലിപ്പമുള്ള വരണ്ട സീസണിൽ ഇല പൊഴിയുന്ന ഒരു മരമാണിത്. ഈ ചെടി സാവധാനത്തിലാണ് വളരുന്നത്. ഇതിൻ്റെ ഇലകൾക്ക് 8 മുതൽ 16 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുണ്ട്. ഓരോ ഇലഞ്ഞെട്ടും 3 ലഘുലേഖകളായാണ് കാണപ്പെടുന്നത്. ഓരോ ലഘുലേഖയും 10 മുതൽ 20 സെൻറ്റിമീറ്റർ നീളമുണ്ട്. എല്ലാ വർഷവും പൂക്കാറില്ലെങ്കിലും മഞ്ഞുകാലത്തിൻ്റെ അവസാനത്തോടെ, അതായത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ ഇത് മനോഹരമായി പൂക്കുന്നു. ഈ പൂക്കൾക്ക് 2.5 സെൻറ്റിമീറ്റർ നീളവും തിളക്കമുള്ള ഓറഞ്ച് ചുവപ്പ് നിറവുമാണ്. ഓരോ പൂവിനും 5 ഇതളുകളും 2 ചിറകുകളും ഉണ്ട്. ഒരു തത്തയുടെ ചുരുണ്ട കൊക്കിനോട് സാമ്യമുള്ള രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നത്. മഞ്ഞുള്ള സമയത്തും തണുപ്പ് കൂടുതലുള്ളപ്പോഴും മഴയോ ഉള്ളപ്പോഴോ ഈ മരം സാധാരണയായി പൂക്കാറില്ല. ഈ പൂക്കളിൽ നിന്ന് 1-2 വിത്തുകൾ അടങ്ങിയ പരന്ന കായ്കൾ വേനൽക്കാലത്ത് ഉണ്ടാകുന്നു. ഇതിൻ്റെ തടി, റെസിൻ, കാലിത്തീറ്റ, മരുന്ന്, ചായം എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. കടുപ്പമില്ലാത്ത വെളുത്തതും മൃദുവുമാണ് ഇതിൻ്റെ തൊലി. വെള്ളത്തിനടിയിൽ ഇത് വളരെ നാൾ നീണ്ടു നിൽക്കുന്നതിനാൽ കിണറുകളിലും വാട്ടർ സ്കോപ്പുകളിലും ഇത് ഉപയോഗിക്കുന്നു. കർഷകർ സാധാരണയായി ഫീൽഡ് ബണ്ടുകളിൽ ഈ മരം നട്ടുപിടിപ്പിച്ച് മണ്ണൊലിപ്പ് തടയുന്നു. ഇതിൻ്റെ ഇളം ചില്ലകൾ കാലികൾക്ക് ഭക്ഷണമായി നൽകുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ പ്ലാസ്റ്റിക് പ്ലേറ്റുകൾക്ക് പകരമായി മഹാരാഷ്ട്രയിലെ ചില ഗ്രാമപ്രദേശങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനായി ഉപയോഗിക്കുന്നു. ഇത് കൂടാതെ പല വാണിജ്യ ഉപയോഗങ്ങളും ഈ ചെടിക്കുണ്ട്. അതും അടുത്ത എപ്പിസോഡിൽ പറയാം. പൂർണ്ണ സൂര്യപ്രകാശത്തിൽ വളരുന്ന ഒരു ചെടിയാണിത്. ദിവസേന കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ സൂര്യപ്രകാശം ആവശ്യമാണ്. തടസ്സമില്ലാത്ത സൂര്യപ്രകാശം ലഭിക്കുന്ന തുറസായ സ്ഥലമാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യം. നന്നായി വരണ്ട പശ്ചിമരാശി, മണൽ, കളിമണ്ണ് തുടങ്ങിയവയിലൊക്കെ ഇത് വളരുന്നു. പലതരം മണ്ണിൽ വളരുമെങ്കിലും നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. മോശം പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ണിലും ഇത് വളർന്ന് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത പരിസ്ഥിതികൾക്കും ഇത് അനുകൂലമാണ്. ഇത് വളർച്ചയെത്തിയാൽ വരൾച്ചയെ അതിജീവിക്കുന്ന ഒരു ചെടിയും കൂടിയാണ്. എങ്കിലും ഇളം മരങ്ങൾക്ക് പതിവായി നനവ് ആവശ്യമാണ്. റൂട്ട് ജീയലിന് കാരണമാകുമെന്നതിനാൽ അമിതമായ നനവ് ഒഴിവാക്കണം. ചെറുതായി അസിഡിറ്റി മുതൽ ന്യൂട്രൽ വരെയുള്ള pHൽ ഇത് നന്നായി വളരും, അതായത് 6 മുതൽ 7.5 വരെ. എന്നാൽ ഉയർന്ന അസിഡിറ്റിയോ ആൽക്കലൈനോ ഉള്ള മണ്ണിൽ ഇത് വളരില്ല.
ഊഷ്മളമായ കാലാവസ്ഥയാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. സാധാരണയായി ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് വളർന്നു കാണപ്പെടുന്നത്. ഉയർന്ന താപനിലയും ഇതിന് സഹിക്കാൻ കഴിയും. പക്ഷേ മഞ്ഞുള്ള പ്രദേശങ്ങളിൽ ഇത് വളരില്ല. വിവിധ പാരിസ്ഥിതിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന നല്ല പ്രതിരോധ ശേഷിയുള്ള ചെടിയാണിത്. അതുകൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് നൈട്രജൻ ഫിക്സേഷൻ വഴി മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്താനുള്ള ഇതിന്റെ കഴിവ്. വിശേഷമായ തലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപേ സാധാരണ നമ്മൾ ചെടിയുടെ കാര്യങ്ങൾ പറയുന്നത് പോലെ ഇതിൻ്റെയും പരിപാലനം, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും ഒക്കെ പറയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളൊരു പ്ലാന്റിൻ്റെ സവിശേഷത മാത്രം അറിഞ്ഞാൽ പോരല്ലോ, അതിനെ വളർത്താനും കൂടി അറിയണ്ടേ. ഞങ്ങൾ ആദ്യം ചെടിയുടെ വീഡിയോ ചെയ്തിരുന്ന കാലത്ത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതും ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാർഗ്ഗനിർദ്ദേശം ഇങ്ങൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും യൂട്യൂബ് വീഡിയോസ് ഇല്ലേന്ന്. യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അതിൽ പക്ഷേ പ്രത്യേകമായിട്ടൊരു കോമൺ മാർഗ്ഗനിർദ്ദേശമൊന്നും എങ്ങും കാണുന്നില്ല. അവരുടെ ആവാസ വ്യവസ്ഥയിൽ അവരുടെ പരിപാലന രീതിയിൽ അവർ വിജയിച്ച കാര്യമാണ് അവർ പറയുന്നത്. അത് തികച്ചും അവരുടെ ആവാസ വ്യവസ്ഥയിൽ പ്രയോഗിച്ച് വിജയിച്ച ഒരു പ്രായോഗിക തലം മാത്രമാണ്. ഇത് പൊതുവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൊതുവായ മാർഗ്ഗനിർദ്ദേശമാണ്. പൊതുവായിട്ടുള്ള വളപ്രയോഗ രീതി, അതുപോലെ പൊതുവായിട്ടുള്ള കീടരോഗബാധകൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, കീടരോഗബാധകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു 5 or 6 രോഗങ്ങളോ കീടങ്ങളോ ഒരു ചെടിയെ പറ്റി പറഞ്ഞാൽ അത് നിങ്ങളുടെ പ്രദേശത്ത് അതിനെ ബാധിക്കണമെന്നില്ല, എല്ലാം ഒന്നും ബാധിക്കണമെന്നില്ല. ചിലപ്പോൾ 1 or 2 മാത്രമേ ബാധിക്കത്തുള്ളൂ. പക്ഷേ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഈ ഒരു രോഗ കീടബാധ ഈ ഒരു ചെടിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. ഈ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനും വളം നൽകുന്നത് നല്ലതാണ്. 10ന്റെയോ 14ന്റെയോ തുല്യ അനുപാതത്തിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK സമീകൃത വളം നൽകാം. വർഷത്തിൽ 2 തവണ വളപ്രയോഗം നടത്താം. വസന്തത്തിന്റെ തുടക്കത്തിലോ അവസാനത്തിലോ ഇളം മരങ്ങൾക്ക് നല്ല രീതിയിൽ വേര് പിടിക്കുന്നതിന് പതിവ് വളപ്രയോഗം നല്ലതാണ്. ഇളം മരങ്ങൾക്ക് ഡ്രിപ്പ് ലൈനിന് ചുറ്റും വളം നൽകുക. മുതിർന്ന മരങ്ങൾക്ക് ഡ്രിപ്പ് ലൈനിന് പുറത്ത് റൂട്ട് സോണിലേക്കും വളം വിതറുക. വളം ചെടിയുടെ ചുവട്ടിലെ ഉപരിതലത്തിലെ മണ്ണിൽ ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൂട്ട് സോണിലേക്ക് എത്താൻ നന്നായി നനച്ചു കൊടുക്കുക. ഇളം മരങ്ങൾക്ക് 500 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ നൽകാം. മുതിർന്നവയ്ക്ക് 1.5 കിലോഗ്രാം മുതൽ 2.5 കിലോഗ്രാം വരെ വളം നൽകാം. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ ഉപയോഗിക്കാം. ഈ ചെടിയെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും ഇവയാണ്: മുഞ്ഞ, സ്കെയിൽ പ്രാണികൾ, മെലിബഗുകൾ, കാറ്റർപില്ലറുകൾ, വിഷമഞ്ഞ്, ലീഫ് സ്പോട്ട്, റൂട്ട് ജിയൽ, ആന്ത്രാക്നോസ്. ഇവയുടെ പരിപാലനവും നിയന്ത്രണവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും ഗ്രാഫ്റ്റ് ചെയ്തുമാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ അതിൻ്റെ ചരിത്രപരമായ ഐതിഹ്യവും സാംസ്കാരിക മൂല്യവും ഒക്കെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അത് തികച്ചും മതത്തിൻ്റെയോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ കെട്ടുപാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാവരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഞങ്ങൾ യാതൊരുവിധ വിശ്വാസത്തിൽ കൂടെ പോകുന്ന ആൾക്കാരല്ലെങ്കിലും പരമ്പരാഗത സാംസ്കാരിക മൂല്യങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ അത് സ്വതന്ത്രമായിട്ട് വിശകലനം ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടിയുടെ പാരമ്പര്യ സാംസ്കാരിക മത മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഐതിഹ്യമനുസരിച്ച് ഒരു പരുന്തിൻ്റെ തൂവലിൽ നിന്നാണ് ഈ വൃക്ഷം മുളച്ചു പൊങ്ങിയത് എന്നാണ് കരുതുന്നത്. വായുപുരാണം അനുസരിച്ച് യമന്റെ ശരീരത്തിന്റെ വലതുഭാഗത്തു നിന്നാണ് ഈ ചെടിയുടെ തുടക്കം എന്ന് പറയുന്നു. ഈ മനോഹര വൃക്ഷത്തെ ഹിന്ദുക്കളും ബുദ്ധമത വിശ്വാസികളും ഒരുപോലെ ബഹുമാനിക്കുന്നു. 2ാമത്തെ ബുദ്ധൻ എന്നറിയപ്പെടുന്ന മേധാങ്കര ബുദ്ധൻ ബോധോദയം നേടിയത് ഈ ചെടിയുടെ ചുവട്ടിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നു. സംസ്കൃതത്തിൽ പാലാഷ എന്നറിയപ്പെടുന്ന ഈ ചെടി ഋഗ്വേദവും യജുർവേദവും ഉൾപ്പെടെ പല സംസ്കൃത ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെടുന്നു. ശുക്ല യജുർവേദത്തിലെ ആദ്യത്തെ ശ്ലോകം തന്നെ ഈ പാലാഷത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ എഴുത്തുകാരനും അഭിഭാഷകനും നയതന്ത്രജ്ഞനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ഖുശ്വന്ത് സിംഗിന്റെ എ ഹിസ്റ്ററി ഓഫ് ദ സിഖ് വാല്യത്തിൽ പഞ്ചാബിന്റെ ഭൂപ്രകൃതിയുടെ വിവരണത്തിൽ ഈ ചെടി പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഈ വൃക്ഷത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പഞ്ചാബി സാഹിത്യത്തിലും പലപ്പോഴും കാണപ്പെടുന്നുണ്ട്. പഞ്ചാബി കവി ഹരീന്ദർ സിംഗ് മെഹബൂബ് തന്റെ കവിതകളിൽ ഇതിനെ പ്രതീകാത്മകമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് നോവലിസ്റ്റും ചെറുകഥാകൃത്തും കവിയും പത്രപ്രവർത്തകനുമായ ജോസഫ് റുഡാർഡ് ക്ലീപ്പിംഗ് ബിയോണ്ട് ദ പെയിൽ എന്ന പേരിൽ 1888 പ്രസിദ്ധീകരിച്ച പ്ലെയിൻ ടെയിൽസ് ഫ്രം ദ ഹിൽ എന്ന ചെറുകഥയിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചു കണ്ടുവരുന്നു. ഇദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ജനിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ കൃതിയിലേക്ക് ഈ ചെടി കടന്നു വരാൻ കാരണം. ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ 1894 പ്രസിദ്ധീകരിച്ച കൃതിയിലും ഈ മരത്തെക്കുറിച്ചുള്ള പരാമർശം കടന്നു വന്നിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ ഇത് വസന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
നോബൽ സമ്മാന ജേതാവ് കൂടിയായ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗാനങ്ങളിലും കവിതകളിലും ഇതിന്റെ ഓറഞ്ച് പോലുള്ള പുഷ്പത്തെ അഗ്നിയോട് ഉപമിച്ചിട്ടുണ്ട്. ഇന്ന് ടാഗോറും വിശാൽ നാരായണനും താമസിച്ചിരുന്ന ശാന്തിനികേതനിൽ ഈ പുഷ്പം വസന്തത്തിന്റെ ആഘോഷത്തിൽ ഒഴിച്ചുകൂട്ടാൻ വയ്യാത്ത ഭാഗമായി മാറിയിരിക്കുന്നു. പ്ലാസി യുദ്ധത്തിന് പേരുകേട്ട പലാശി പട്ടണത്തിന് ഈ ചെടിയുടെ സംസ്കൃത പേരാണ് നൽകിയിരിക്കുന്നത്. ജാർഖണ്ഡ് സംസ്ഥാനത്ത് പലാഷ് നാടോടി പാരമ്പര്യവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. പല നാടോടി സാഹിത്യ പ്രയോഗങ്ങളും പലാഷിനെ കാട്ടുതീ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജാർഖണ്ഡിലെ വരണ്ട ഇലപൊഴിയും കാടുകളുടെ സൗന്ദര്യം അതിന്റെ ഔന്നത്യത്തിലെത്തുന്നത് മിക്ക മരങ്ങളും ഇല കൊഴിയുകയും പലാഷ് പൂവിടുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ജാർഖണ്ഡിന്റെ സംസ്ഥാന പുഷ്പം കൂടിയാണ് പലാശ. അവർ ഇത് അഗ്നിയുടെയും യുദ്ധത്തിന്റെയും ദേവനായ അഗ്നിദേവന്റെ രൂപമാണ് ഈ മരം എന്ന് വിശ്വസിക്കുന്നു. തെലങ്കാനയിൽ ഈ പൂക്കൾ ശിവരാത്രി ദിനത്തിൽ ശിവനെ ആരാധിക്കാൻ ഉപയോഗിക്കുന്നു. അവിടെ ഇതിനെ മൊടുവ ചേതു എന്നാണ് വിളിക്കുന്നത്. കേരളത്തിൽ ഇതിനെ പ്ലാസു, ചമത അല്ലെങ്കിൽ വിശാൽ നാരായൺ എന്ന് വിളിക്കുന്നു. അഗ്നിഹോത്രത്തിന് ഉപയോഗിക്കുന്ന ചെറിയ മരക്കഷ്ണമായ ഹിരണി എന്ന സംസ്കൃത പദത്തിന്റെ പ്രാദേശിക ഭാഷാ പ്രയോഗമാണ് ചമത. മിക്ക കേരള ബ്രാഹ്മണ വീടുകളിലും ഈ മരം കാണാം. കാരണം ഇത് അവരുടെ അഗ്നിപൂജയ്ക്ക് ഉപയോഗിക്കുന്നു. തമിഴ് ബ്രാഹ്മണർക്ക് ദിവസേനയുള്ള സമിതാഥൻ എന്ന അഗ്നിഹോത്ര ആചാരത്തിന് ഈ വൃക്ഷത്തിന്റെ പുറന്തൊലി ഒരു പ്രധാന ഘടകമാണ്. അതുകൂടാതെ ബ്രഹ്മചാരികളുടെ ആദ്യ വർഷത്തിൽ അവർക്ക് ഈ ആചാരം വളരെ അത്യാവശ്യവുമാണ്. സംസ്കൃതത്തിൽ വസന്തത്തിന്റെ വരവിനെയും പ്രണയത്തിന്റെ നിറത്തിന്റെ പ്രതീകവുമായി ഇതിന്റെ പുഷ്പം കാവ്യാത്മകതയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഗീതാഗോവിന്ദത്തിലെ ജയദേവൻ ഈ പൂക്കളെ കാമദേവനുമായി ബന്ധപ്പെടുത്തി പരാമർശിക്കുന്നുണ്ട്. ഇതിലെല്ലാം ഉപരി പരമ്പരാഗത ഹോളി ആഘോഷങ്ങളിൽ സ്വാഭാവിക നിറങ്ങൾ നിർമ്മിക്കാൻ ഇതിന്റെ പൂക്കൾ ഉപയോഗിച്ചിരുന്നു. സാംസ്കാരിക മൂല്യം ഇത്രയും വിശദമായി എടുത്തു പറയാൻ കാരണം മനുഷ്യവംശ ചരിത്രത്തിൽ ഈ ചെടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കാനാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് ചെടികളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്നും അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും സവിശേഷതയും ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക. ഓരോ ചെടിയും എടുത്തിട്ട് തന്നെ അത്രയും വിശദമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ ഒരു ഉദ്ദേശമാണുള്ളത്. ഞാൻ നേരത്തെയും പറഞ്ഞല്ല, അത് അടുത്ത തലമുറകൾക്ക് കൂടി ഇതൊരു മുതൽക്കൂട്ടാവണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വരാം. അടുത്ത എപ്പിസോഡിൽ പറയാൻ പോകുന്നത് ഈ ഒരു ചെടിയുടെ വനന്താര പ്ലാന്റിൻ്റെ വ്യാവസായിക വാണിജ്യ ഉപയോഗങ്ങളും അതുപോലെ ഭക്ഷ്യ ഔഷധ ഉപയോഗങ്ങളുമാണ്. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് സവിശേഷതകളും പിന്നെ വളപ്രയോഗവും കീടങ്ങളും അങ്ങനെ പരിപാലനവും ഒക്കെയായിരുന്നു. അടുത്തതിലാണ് ഭക്ഷ്യ ഔഷധ മൂല്യങ്ങളും അതിൻ്റെ വ്യാവസായിക വാണിജ്യ ഉപയോഗങ്ങളും ഒക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.